എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 4-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ബാങ്ക് മഴക്കെടുതിയിൽ ഇതുവരെ 15 ആൾ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നവർക്കും 10,000 രൂപ നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിന് 2 പേർക്ക് എന്നുള്ള നിലയ്ക്ക് ദിവസവും 300 രൂപ വീതം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് താമസിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് SDRF ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും CMDRFിൽ നിന്നും 2 ലക്ഷം രൂപയും PMNRFിൽ നിന്നും 2 ലക്ഷം രൂപയും ചേർത്ത് 8 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കും. വീടുകൾ പൂർണ്ണമായും തകർന്നവർക്ക് തുക 4 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം രൂപയാക്കിയും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത് എത്രയാണ് എന്ന് ഉറപ്പുവരുത്തി അറിയിക്കാം എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ ഓഗസ്റ്റ് 4-ാം തീയതി തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്ന് ശിഖ സുരേന്ദ്രൻ IAS തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 2026 ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 2026 ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറും അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും പ്രളയബാധിത ക്യാമ്പുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 4/8/2026 ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 4/8/2026 അവധിയായിരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറും അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും എന്ന് മലപ്പുറം ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, മദ്രസകൾ, CBSE, ICSE സ്കൂളുകൾക്കെല്ലാം അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരുട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 4/8/2026 അവധി പ്രഖ്യാപിച്ചതായി കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമായിരിക്കുമെന്നും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്നും കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലും വയനാട് ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കിയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുകയാണ്. തട്ടിപ്പുകൾ തടയുന്നതിനും ബാങ്കിന്റെ ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും വേണ്ടി CKYC 2.0 ബാങ്കുകളിൽ നടപ്പിലാക്കുന്നത് 2026 ഏപ്രിൽ 1 മുതലാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് എന്നീ മേഖലയിൽ ഓഗസ്റ്റ് 1 മുതൽ നവീകരിച്ച CKYC 2.0 സംവിധാനം നടപ്പിലാക്കുകയാണ്. ഈ പുതിയ സംവിധാനത്തിന് കീഴിൽ ഉപഭോക്താവിന്റെ ഡിജിറ്റൽ സമ്മതം ലഭിച്ചു കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾക്ക് ഒരു ഡേറ്റാബേസ് വഴി അവരുടെ വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ തവണ ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോഴും
ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴോ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കുമ്പോഴോ ഉപഭോക്താക്കൾ അതേ KYC രേഖകൾ വീണ്ടും സമർപ്പിക്കേണ്ടി വരില്ല. ഇത് പേപ്പർ വർക്കുകൾ കുറക്കുന്നതിനും ഡിജിറ്റൽ മുഖേനയുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ അറിയിപ്പാണ്. ആധാർ 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേതും 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെയും നിർബന്ധിത സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാത്ത കുട്ടികളുടെ ആധാർ കാർഡ് താൽക്കാലികമായി റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പ്, പ്രവേശന പരീക്ഷകൾ അടക്കമുള്ളവയ്ക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കുക. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേതാണ്. 5 വയസ്സ് കഴിഞ്ഞാൽ ബയോമെട്രിക് ചേർക്കണം. 5 വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് 5 വയസ്സ് കഴിഞ്ഞാൽ പുതുക്കുകയും ബയോമെട്രിക് ചേർക്കുകയും വേണം. 15 വയസ്സാകുമ്പോൾ 17 വയസ്സിനുള്ളിലായി വീണ്ടും ഇത് ചെയ്യണം. ഇത് നിലവിൽ സൗജന്യമാണ്. ആപ്പ് ഉപയോഗിച്ച് പല സേവനങ്ങളും ഇപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് എല്ലാവർക്കും ചെയ്യാം. 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. SBIയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2026 സെപ്റ്റംബർ 4 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. രാജ്യത്തെ 2500-ലധികം കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത്. 9ാം ക്ലാസ് മുതൽ ഉന്നത വിദ്യാർത്ഥികൾക്ക് വരെ ഈ ഒരു ആനുകൂല്യം ലഭിക്കും. കോഴ്സിനനുസരിച്ച് 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 25% വീതം സംവരണം ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് 15,000 രൂപ ലഭിക്കുക. ഡിഗ്രി, PG, ഡിപ്ലോമ, ITI കോഴ്സുകൾക്കും MBBS ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പഠനം നടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാനം 3 ലക്ഷം രൂപയും വിദേശത്ത് പഠനം നടത്തുന്നവർക്ക് വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല. മുൻ വർഷത്തെ പരീക്ഷയിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അക്കാദമിക് റെക്കോർഡുകൾ, തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വരുമാന സർട്ടിഫിക്കറ്റ്, പ്രവേശന വിവരങ്ങൾ, SC/ST വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷിക്കാരാണ് എങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രവേശന പരീക്ഷയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം വെക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും www.sbischolarship.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും.